ചേട്ടാ, യമനിൽ നിമിഷപ്രിയ, അതാണ് ഇപ്പോഴും ചർച്ചാ വിഷയം. പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ അത്ര ഒരു ശുഭകരമല്ല എന്ന് പറയേണ്ടി വരില്ലേ? അതായത് നമ്മൾ കാണിച്ച ചില അമിതാവേശം, ചില ആളുകൾ ഇതിൻ്റെ ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടി നടത്തിയ ചില ശ്രമങ്ങളൊക്കെ വല്ലാത്ത തിരിച്ചടി ഉണ്ടായിരിക്കുന്നു എന്നാണ് ഇപ്പോൾ കിട്ടുന്ന വാർത്ത. നിമിഷപ്രിയ കൊലപ്പെടുത്തിയ തലാലിൻ്റെ സഹോദരൻ സോഷ്യൽ മീഡിയയിൽ പരസ്യമായി വന്ന് പറഞ്ഞു, വധശിക്ഷ മാറ്റിവെച്ചത് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല, ഞങ്ങളെ അറിയിക്കാതെയാണ്. ഞങ്ങൾക്ക് 8 കോടി ചോരപ്പണം വേണ്ട. ഞങ്ങളുടെ തീരുമാനം ഞങ്ങളുടെ സഹോദരനെ കൊന്ന ആളെ കൊല്ലുക എന്നുള്ള പ്രതികാരമാണ്. അത് നടപ്പാക്കണം, അത് എത്രയും വേഗം നടപ്പാക്കണം. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ, നിമിഷപ്രിയ മോചിതയായി തിരിച്ചു വരൂ എന്നുള്ള പ്രതീക്ഷകൾക്ക് വല്ലാത്ത മങ്ങലേറ്റിരിക്കുന്നു. ഇവിടെ സംഭവിച്ചൊരു പ്രധാനപ്പെട്ട കാര്യം, അതായത് ഇവിടെ ചില വിവാദങ്ങളുണ്ടായി. നിമിഷപ്രിയയുടെ വധശിക്ഷ മാറ്റിവെച്ചു, ഇന്ത്യയിലെ ചില ആളുകൾ ഇടപെട്ടു എന്നൊക്കെ തരത്തിലുള്ള, അതിൻ്റെ പേരിൽ ഇന്ത്യയിൽ വിവാദമുണ്ടാവുന്നു എന്നൊക്കെയുള്ള വാർത്ത യമനിൽ വ്യാപകമായി പ്രചരിക്കപ്പെട്ടു. യമനിലെ മാധ്യമങ്ങൾ, സോഷ്യൽ മീഡിയയിലൊക്കെ, അവിടെ പരിമിതമായ തോതിലാണെങ്കിലും ഉണ്ട്, അവിടെയൊക്കെ ഈ വാർത്തകൾ വന്നു എന്ന് പറയപ്പെടുന്നു. അപ്പോൾ ഏറ്റവും രസകരമായൊരു സംഭവം, രസകരമല്ല കൗതുകരമായ സംഭവം, 13-ാം തീയതി തന്നെ അവിടുത്തെ ഒരു പ്രാദേശിക ഭരണകൂടത്തിൻ്റെ തലവൻ നിമിഷപ്രിയയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആക്ഷൻ കൗൺസിൽ സാമുവൽ ജെറോമിൻ്റെയും ഇന്ത്യൻ നയതന്ത്ര വിദഗ്ധരുടെയും ഒക്കെ ഇടപെടലിൻ്റെ ഭാഗമായി, പല ഗ്രൂപ്പുകളുടെയും സമ്മർദ്ദഫലമായി ഈ പ്രാദേശിക ഭരണത്തലവൻ യമനിലെ പ്രസിഡന്റുമായി സംസാരിച്ച് എടുത്ത തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് അറ്റോർണി ജനറൽ ജയിൽ മേധാവിക്ക് ഈ വധശിക്ഷ മാറ്റിവെക്കാൻ ഉത്തരവ് കൊടുത്തത്. അതേ സംബന്ധിച്ചാണ് നമ്മുടെ നാട്ടിൽ വാർത്ത വന്നത്. ചില സൂഫി പണ്ഡിതന്മാരുമായി ഇവിടുത്തെ ഒരു ആത്മീയ നേതാവ് ബന്ധപ്പെട്ടു. ഈ ചർച്ചയിൽ തലാലിൻ്റെ കുടുംബാംഗങ്ങളും പങ്കെടുത്തു എന്നാണ് മാധ്യമങ്ങളിൽ വാർത്ത വന്നത്. തലാലിൻ്റെ കുടുംബത്തിൽ നിന്ന് വന്നിപ്പം സഹോദരൻ പറഞ്ഞിരിക്കുന്നു, ഞങ്ങൾ അറിഞ്ഞിട്ടില്ല, വധശിക്ഷ മാറ്റിവെച്ചതുപോലും ഞങ്ങൾ അറിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ ഇവിടെ ഉണ്ടാക്കിയെടുത്ത ഒരു നറേറ്റീവ് സ്റ്റോറി പൊളിഞ്ഞിരിക്കുകയാണ്. അതായത് സൂഫി വര്യൻ ഇവിടെ നിന്ന് സൂഫിയുമായി ബന്ധപ്പെട്ടു, സൂഫി അവിടുത്തെ ഗോത്ര നേതാക്കന്മാർ ബന്ധപ്പെട്ടു, ഗോത്ര നേതാക്കന്മാർ തലാലിൻ്റെ കുടുംബത്തിനെ മാനസാന്തരപ്പെടുത്തി, അവരും ചർച്ചയിൽ പങ്കെടുത്തു എന്നൊക്കെ പറഞ്ഞത് ഇവിടെ ചില ആളുകളുടെ ഇമേജ് ബിൽഡിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു നാടകമായിരുന്നു എന്നിപ്പോൾ സംശയം വരുന്നു. അതുകൊണ്ടാണല്ലോ ഞങ്ങൾ ഈ വധശിക്ഷ നീട്ടിവെച്ചത് അറിഞ്ഞിട്ടില്ല എന്ന് തലാലിൻ്റെ സഹോദരൻ എന്ന് പറയുന്നത്. അപ്പോൾ മാത്രമല്ല, അവർ വല്ലാതെ ഇറിറ്റേറ്റഡാണ്, അവരെ അറിയിക്കാതെ ഇത് മാറ്റിവെച്ചു. ഇനി മാത്രമല്ല, അവിടുത്തെ ഭരണകൂടം നിസ്സഹായമാണ്. കാരണം അവിടെ ആ രാജ്യത്തെ നിയമം, ഹൂത്തികളാണേലും ഔദ്യോഗിക വിഭാഗമാണേലും ഭരിക്കുന്ന ആളുകളുടെ ഭരണഘടന എന്ന് പറയുന്നത് ശരിയ നിയമമാണ്. ശരിയ നിയമത്തിൽ ഇങ്ങനെ കൊന്നാൽ, ഒരു കൊലപാതകം നടത്തിയാൽ അതിനുള്ള ശിക്ഷ മരണശിക്ഷയാണ്, അല്ലെങ്കിൽ കുടുംബം മാപ്പ് നൽകി നഷ്ടപരിഹാരം സ്വീകരിക്കണം, ബ്ലഡ് മണി സ്വീകരിക്കും. ഈ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവർ പറയുകയാണ് ഞങ്ങൾക്ക് ബ്ലഡ് മണി വേണ്ട എന്ന് പറഞ്ഞാൽ അടുത്ത ഓപ്ഷൻ സ്വീകരിച്ചേ പറ്റുള്ളൂ. കാരണം ശരിയ നിയമമുള്ള, ശരീഅത്ത് ഭരണമുള്ള ഒരു രാജ്യത്ത് വേറെ ഓപ്ഷനില്ല. ലോകത്താരും വിചാരിച്ചാലും അതിൽ മറ്റൊരു തീരുമാനം ഉണ്ടാക്കാൻ അത്ര എളുപ്പമല്ല. കാരണം അത് അവരുടെ നിയമത്തെ, അവരുടെ വിശ്വാസത്തെ, അവരുടെ വിശ്വാസ പ്രമാണത്തെ തള്ളിപ്പറയുന്നതിന് തുല്യമായിട്ട് വ്യാഖ്യാനിക്കപ്പെടും. അതൊരു ഈ തീവ്രവാദ ഗ്രൂപ്പുകളൊക്കെ പ്രത്യേകിച്ച് ഹാർഡ് കോർ ഫണ്ടമെൻ്റലിസ്റ്റുകളായിട്ടുള്ള ആളുകൾ ശരിയ നിയമം വിട്ടു ഉള്ള ഒരു നടപടിക്ക് തയ്യാറാവുമോ എന്നറിയില്ല. ഏതായാലും സാമുവൽ ജെറോം പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. 13-ാം തീയതി തന്നെ, അതായത് ശനിയാഴ്ച തന്നെ ഈ തീരുമാനം ഉണ്ടായിരുന്നു. 14-ാം തീയതി ഞായറാഴ്ച ആണ് നോട്ടിഫിക്കേഷൻ ഇറങ്ങിയത്. തിങ്കളാഴ്ചയാണ് സുഭാഷ് ചന്ദ്രൻ എന്ന് പറയുന്ന ഈ കാന്തപുരവുമായി ബന്ധപ്പെട്ട ആക്ഷൻ കൗൺസിലൊക്കെ ഉണ്ടാക്കി അതിൻ്റെ ഇടതുപക്ഷക്കാരനായ CPM-കാരനായ അഭിഭാഷകൻ പറഞ്ഞ കാന്തപുരം ഇന്ന് ബന്ധപ്പെടും, തിങ്കളാഴ്ച ബന്ധപ്പെടും എന്ന് പറഞ്ഞു. പക്ഷേ ശനിയാഴ്ച തന്നെ തീരുമാനമായിരുന്നു. അങ്ങനെ തീരുമാനമായ ഒരു സംഗതിയെ മാനിപ്പുലേറ്റ് ചെയ്യാനൊരു ശ്രമം നടന്നിട്ടുണ്ടോ എന്നൊരു സംശയം ഇപ്പോഴുണ്ട്. കാരണം അതിൻ്റെ പ്രിൻ്റ് ഔട്ട് വന്ന് അവിടുത്തെ ഈ കറക്ഷണൽ സെൻറ്ററിൻ്റെ ഉത്തരവ് ഈ വധശിക്ഷ നീട്ടിവെച്ചിരിക്കുന്നുള്ളത് അവരുടെ ലെറ്റർ ഹെഡിലാണ് വന്നത്. പക്ഷെ ഇവിടെ നമ്മുടെ മാധ്യമങ്ങൾക്കുൾപ്പെടെ പ്രിൻ്റ് എടുത്തു കൊടുത്തത് ഗ്രാൻഡ് മുഫ്തി ഓഫ് ഇന്ത്യ എന്ന് വാട്ടർമാർക്കുള്ള ഒരു പേപ്പറിലാണ്. ലെറ്റർപാഡല്ല, പ്രിന്റിൽ വാട്ടർമാർക്ക് ഉണ്ട്, ലെറ്റർപാഡിലല്ല. ഗ്രാൻഡ് മുഫ്തി ഓഫ് ഇന്ത്യയുടെ ലെറ്റർപാഡിലൊന്നുമല്ല, ഇത് ഒരു വാട്ടർമാർക്ക് അതിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മനഃപൂർവ്വം
ആ വാട്ടർ മാർക്ക് ആഡ് ചെയ്ത അവിടുന്ന് ഫാക്സിലോ അല്ലെങ്കിൽ ഇമെയിലിലോ വന്ന സാധനം പ്രിന്റ് എടുക്കുമ്പോൾ സ്വാഭാവികമായി വാട്ടർ മാർക്ക് വരത്തില്ല. ഇല്ല, അത് ആഡ് ചെയ്ത. അതെ അതെ. അപ്പോൾ അത് എന്തിന് ആഡ് ചെയ്തു എന്ന് പറയുമ്പോൾ ഇതിന്റെ ക്രെഡിറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവരെ ചീത്ത വിളിച്ചിട്ട് കാര്യമില്ല. അത് വാസ്തവമാണ്. ഇല്ലെങ്കിൽ വാട്ടർ മാർക്ക് ഇല്ലാതെ അത് പുറപ്പെടുവിക്കാമായിരുന്നു. അപ്പോൾ അത് സംബന്ധിച്ച് ഈ നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിന്റെ സാമുവൽ ജെറോം പറഞ്ഞൊരു കാര്യമുണ്ട്. ഞങ്ങളുടെ പക്കൽ ഇത് 13-ാം തീയതി തന്നെ ഞങ്ങൾക്ക് അറിയാമായിരുന്നു, 14-ാം തീയതി തന്നെ ഉത്തരവ് വിട്ടിരുന്നു. ഞങ്ങളത് രഹസ്യമായി വെച്ചിരിക്കുകയായിരുന്നു. കാരണം അങ്ങനെ ഒരു തീരുമാനമെടുത്തു എന്ന് പുറത്തു വന്നാൽ ഈ തലാലിൻ്റെ കുടുംബം ഇറിറ്റേറ്റഡ് ആവും. അവർ അതിവൈകാരികമായി കാണുന്നത് അവരുടെ സഹോദരൻ കൊല്ലപ്പെട്ടതാണ്, ഞങ്ങൾക്ക് പണമൊന്നും വേണ്ട, ഞങ്ങൾക്ക് ചോരയ്ക്ക് ചോര മതി എന്ന നിലപാടിൽ നിൽക്കുന്ന അവരെ അനുനയിപ്പിച്ചതിന് ശേഷം ഈ വാർത്ത പുറത്തു വിട്ടാൽ മതിയെന്നായിരുന്നു ഈ നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിൻ്റെ ഭാഗമായി പ്രവർത്തിച്ചിരുന്ന സാമുവൽ ജെറോമും ഒക്കെ തീരുമാനിച്ചത്. അതുകൊണ്ടാണ് ശനിയാഴ്ച തീരുമാനമായി, ശനിയാഴ്ച മിണ്ടിയില്ല അവർ, ഞായറാഴ്ച മിണ്ടിയില്ല, തിങ്കളാഴ്ചയും അവർ മിണ്ടിയില്ല. മിണ്ടിയത് മറ്റൊരു കേന്ദ്രമാണ്. അപ്പോൾ അത് വല്ലാത്ത ഒരു നെഗറ്റീവ്, ഒരു തിരിച്ചടിയിലേക്ക് മാറി എന്ന് വന്നിട്ടുണ്ട്. പിന്നെ മാത്രമല്ല, ഇത്തരം കാര്യങ്ങളൊക്കെ അതിൽ പ്രധാന റോളെന്ന് പറയുന്നത് തലാലിൻ്റെ കുടുംബത്തിനാണെന്ന് നമ്മുടെ മാധ്യമങ്ങളും മനസ്സിലാക്കണമായിരുന്നു. നമ്മുടെ മാധ്യമങ്ങൾ ഇതങ്ങ് വലിയ എന്തോ സംഭവമായിട്ട് ഗ്ലോറിഫൈ ചെയ്തു. വധശിക്ഷ റദ്ദാക്കിയെങ്കിൽ അത് കൊണ്ടാടുന്ന നമുക്ക് മനസ്സിലാക്കാമായിരുന്നു. വധശിക്ഷ അവിടെ നിൽക്കുന്നത് ഇന്നെന്നുള്ളത് മറ്റു ദിവസത്തേക്ക് മാറ്റിവെച്ചു, ഇന്ന് നടപ്പാക്കുന്നില്ല എന്ന് മാത്രമേ ഇതിനർത്ഥമുള്ളൂ. നീട്ടിവെച്ചു എന്നുള്ളൂ. ആ നീട്ടിവെക്കുന്ന ആ മീൻവെയിൽ, ആ ഗ്യാപ്പിനിടയ്ക്ക് ഒരു ചർച്ചകളൊക്കെ നടത്താനുള്ള സാഹചര്യം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് വധശിക്ഷ നീട്ടിവെപ്പിച്ചത്. അതെ അതെ. അങ്ങനെ നീട്ടി വെച്ചിട്ട് അത് പൂർണ്ണമായിട്ടും ക്യാൻസൽ ചെയ്യണം അല്ലേ വധശിക്ഷ. അപ്പോഴേ നിമിഷപ്രിയക്ക് തിരിച്ചു വരാൻ പറ്റും. അപ്പം വധശിക്ഷ ഒന്ന് നീട്ടിവെച്ചിട്ട് അതിനിടയ്ക്ക് ചർച്ചകൾ നടത്താനുള്ള അവസരം ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഇത് വലിയ വാർത്തയാവാതിരിക്കാൻ. ഇന്ത്യയിൽ വാർത്തയായപ്പോൾ സ്വാഭാവികമായിട്ടും യമനിലും വാർത്തയായി. അത് ഇന്ത്യയിൽ വാർത്തയാവാതിരുന്നാൽ യമനിലും വാർത്തയാവില്ലായിരുന്നു. അപ്പോൾ ഇത് ഈ അതിവൈകാരികമായി ചിന്തിക്കുന്ന ഗോത്രങ്ങൾക്കിടയിലൊക്കെ നമ്മുടെ ഒരു ആളെ കൊന്ന ഒരു വിദേശി, അതും ഒരു ക്രിസ്ത്യാനി, അതും വേണമെങ്കിൽ ലളിതമായി പറഞ്ഞൊരു കാഫിർ, അതിക്രൂരമായി കൊന്ന ഒരാളെ വെറുതെ വിടുകയോ എന്നുള്ളൊരു വികാരം സ്വാഭാവികമായി അവിടെ ഉണ്ടായി. അതുകൊണ്ട് തന്നെ ഇനി ചർച്ചകൾക്കുള്ള വഴി അടഞ്ഞ പോലെയായി. അപ്പം നമ്മുടെ മാധ്യമങ്ങൾ കുറച്ചുകൂടെ അവധാനതയോടെ പ്രവർത്തിച്ചതെങ്കിൽ, ആലോചിച്ച് പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ ഇത്തരം ഒരു ദുസ്ഥിതി ഉണ്ടാവില്ല. കാരണം ഒരു വധശിക്ഷ മാറ്റിവെച്ചതേ ഉള്ളൂ. ഇനിയാണ് നെഗോഷിയേഷൻസ് നടക്കേണ്ടത്, ചർച്ചകൾ നടക്കേണ്ടത്, തലാലിൻ്റെ കുടുംബത്തിലെ അതിലേക്ക് കൊണ്ടുവരേണ്ടതെന്നുള്ള ഒരു ബോധത്തോടെ പ്രവർത്തിക്കണം. ഒരു മാധ്യമ പ്രവർത്തകൻ്റെ വീഡിയോ ഇപ്പോൾ വൈറലാണ്. അതായത് സാമുവൽ ജെറോം പറയുന്നു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അമിത്ഷാ, കേരള ഗവർണർ ഇവരെല്ലാം ബന്ധപ്പെട്ടു, ഇവരോടെല്ലാം ഞങ്ങൾക്ക് നന്ദിയുണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് ഒരു മാധ്യമ പ്രവർത്തകൻ ചോദിക്കുകയാണ്, ഹാഷ്മി താജ് അല്ലേ ആണ് ചോദിക്കുന്നത്, നിങ്ങളെന്താണ് മനഃപൂർവ്വം കാന്തപുരത്തിൻ്റെ പേര് ഡെലിബറേറ്റ്ലി പറയാതിരിക്കുന്നത് എന്താണെന്ന് ചോദിക്കുന്നു. പേര് പട്ടണപ്പള്ളി പറഞ്ഞാൽ അദ്ദേഹം ബന്ധപ്പെട്ടിട്ടില്ല, അതുകൊണ്ടാണ് പറയാത്തത്. ഉടനെ പറയുന്നത് നിങ്ങൾ അറിയാത്ത ചില ചർച്ചകൾ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് ഹാഷ്മി അത് പിന്നെയും ഡൈവേർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ നിജസ്ഥിതി അവിടെ നിൽക്കട്ടെ. പക്ഷേ ഇത് ഇത്രമാത്രം വലിയ വിവാദമായി കത്തിച്ച് ഒരു വലിയ വാർത്തയായി നാഷണൽ മീഡിയയിലൊക്കെ വന്ന്, അതുപോലെ യമനിലും വന്ന്, യമനിൽ ഈ വധശിക്ഷ നീട്ടിവെച്ച ഈ കാലയളവിലുള്ള ചർച്ചയുടെ വാതിൽ അടയ്ക്കുന്ന തരത്തിലേക്ക് മാറ്റണമായിരുന്നു. ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടുത്തെ മാധ്യമങ്ങളും ഈ പ്രശസ്തി ആഗ്രഹിച്ച ചില ആളുകളും ചേർന്ന് നിമിഷപ്രിയയുടെ ജീവൻ എടുക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറ്റിയോ എന്ന് എനിക്കിപ്പോൾ ഒരു സംശയമുണ്ട്. സ്വാഭാവികമായി എനിക്ക് മാത്രമല്ല, നിഷ്പക്ഷമായി കാര്യങ്ങളെ സമീപിക്കുന്ന ആളുകൾക്ക് ഇത് ഒരു സാധ്യതയായിരുന്നു. ആ സാധ്യതയുടെ വാതിലുകൾ അടച്ചു കളഞ്ഞില്ലേ എന്നൊരു സംശയം വരുന്നത് സ്വാഭാവികമാണ്. അല്ല, അതിനകത്ത് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു വാർത്ത വരുന്നത്, ഇപ്പോൾ ഈ നിമിഷപ്രിയയുടെ ഈ പറയുന്ന ശിക്ഷാ കാലാവധി നീക്കി വെക്കുന്നു. ഇത് സ്വാഭാവികമായിട്ടും കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്നാണ് ഈ വാർത്തയുടെ സോഴ്സ് പുറത്തേക്ക് വരുന്നത്. അതൊരു ചാനലിലേക്ക് വരുമ്പോൾ അതൊരു ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് മാറുന്നു. അടുത്ത ചാനൽ അത് ഏറ്റുപിടിക്കുന്നു, അടുത്ത ചാനൽ ഏറ്റുപിടിക്കുന്നു. അപ്പോൾ ഈ ചാനലുകൾ തമ്മിലുള്ള മത്സരമായിട്ട് ഇതിനെ അങ്ങ് പൊലിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതിന്റെ പിറ്റേ ദിവസം പത്രങ്ങളും അതിന്റെ ഏറ്റുപിടിച്ചു. എന്നതിനപ്പുറത്തേക്ക് ഇതിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലാൻ പറ്റുന്നില്ല. ഈ വാർത്ത കൊടുക്കുന്നത് കൊണ്ടുണ്ടാവുന്ന ദോഷം എന്താണ്? ഇത് ഇത്രയും വിവാദമാക്കിയെടുത്ത് ചർച്ചാ വിഷയമാക്കുമ്പോൾ തലാലിൻ്റെ കുടുംബവുമായി സംസാരിക്കാനുള്ള ഒരു വാതിൽ അടയുകയാണോ എന്ന കാര്യങ്ങളൊന്നും നമ്മുടെ മാധ്യമങ്ങൾ ആലോചിച്ചില്ല. കാരണം സത്യത്തിൽ മാധ്യമങ്ങളും കൂടെ ചേർന്ന് നിമിഷപ്രിയയുടെ മോചനം അസാധ്യമാക്കിയോ എന്നാണ് പൊതുവിൽ നമുക്ക് സംശയം തോന്നുന്നത്. അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാം. പക്ഷെ വേറെ കാര്യം, നമ്മളിപ്പം ഇത്തരം കാര്യങ്ങൾ വിദേശ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇന്ത്യ ഗവൺമെൻറ് ഇത് അറിയാമായിരുന്നു. 13-ാം തീയതി തന്നെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പറഞ്ഞില്ല. എന്തുകൊണ്ടാണ്? കാരണം ഒരു ഡിപ്ലോമാറ്റിക്
ലെവലിൽ നയതന്ത്രപരമായി ഇടപെടുന്ന കാര്യങ്ങളിൽ നമ്മൾ പാലിക്കേണ്ടുന്ന ചില കാര്യങ്ങളും മറച്ചു വെക്കണം, ചില കാര്യങ്ങൾ പറയാതിരിക്കണം, ചിലത് സാവകാശമേ പറയാവുള്ളൂ, ഇങ്ങനെയുള്ള ചില നിലപാടുകളുണ്ട്. അതുകൊണ്ടാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് വേണമെങ്കിൽ കേന്ദ്ര സർക്കാരിന് പറയാമായിരുന്നു 13-ാം തീയതി തന്നെ നമ്മുടെ ഇടപെടൽ കൊണ്ട് പ്രിയയുടെ ഈ നീട്ടി വെച്ചിരിക്കുന്നു. അത് പറയാതിരുന്നതല്ലേ ഇത്രയും വലിയൊരു വിവാദം ഇപ്പോൾ സൃഷ്ടിച്ചത്. അത് പറഞ്ഞാൽ ഉണ്ടാവുന്ന കോൺസിക്വൻസ് ആലോചിക്കണം. ചില കാര്യങ്ങൾ പറയുന്നതാണോ പറയാതിരിക്കുന്നതാണോ നല്ലതെന്ന് കേന്ദ്രം ആലോചിക്കും. കാരണം പ്രത്യേകിച്ച് ഇന്ത്യക്ക് നേരിട്ട് എംബസിയൊന്നും ഇല്ലാത്ത, ലോകത്തിലെ പല രാജ്യങ്ങൾക്കും എംബസിയൊന്നും ഇല്ലാത്ത രാജ്യമാണ് ഹൂതികൾ ഭരിക്കുന്ന യമൻ. അതുകൊണ്ട് അവിടെ നേരിട്ടുള്ള നെഗോഷിയേഷൻസൊക്കെ ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരു തരത്തിൽ സാധിച്ചെടുത്തു. സൗദി വഴിയുള്ള ചില ഇടപെടലുകൾ ഒക്കെ വെച്ചിട്ടാണ് സാധിച്ചത്. അത് സാധിച്ചെടുത്തു കഴിഞ്ഞ് അത് ഒന്ന് 2 ദിവസം കൂടെ പതുക്കി വെക്കണം, തലാലിൻ്റെ കുടുംബത്തെ കൂടെ കണ്ടൊന്ന് പ്ലീഡ് ചെയ്യട്ടെ എന്ന് കേന്ദ്രവും തീരുമാനിച്ച ഒരു സാധനമാണ് ഇവിടെ പൊട്ടിച്ച് നാശത്തിലാക്കിയത്. ഇത് മാത്രമല്ല, ഇതിനൊക്കെ ബാക്ക് ചാനൽ ചർച്ചകൾ ചിലപ്പോൾ നടക്കാറുണ്ട്. നമ്മൾ ഈ 71-ലെ യുദ്ധമൊക്കെ കഴിഞ്ഞപ്പോൾ ബംഗ്ലാദേശ് ഉണ്ടായല്ലോ. അപ്പോൾ മുജീബുർ റഹ്മാനെ, ആ യുദ്ധത്തിന് തൊട്ട് മുമ്പ് മുജീബുർ റഹ്മാനെ രക്ഷപ്പെടുത്തണമെന്ന് ഇന്ത്യക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ഇന്ദിരാഗാന്ധിയുടെ കാലത്താണ്. അപ്പോൾ പാകിസ്ഥാൻ മുജീബുർ റഹ്മാനെ കൊല്ലണം, തൂക്കിലേറ്റണം എന്നുള്ള അഭിപ്രായക്കാരായിരുന്നു. അപ്പോൾ മുജീബുർ റഹ്മാനെ വിട്ടുകിട്ടാൻ വേണ്ടിയിട്ട് നേരിട്ട് ഇന്ത്യക്ക് പാകിസ്ഥാനുമായിട്ട് ചർച്ച നടത്താൻ പറ്റില്ല. അപ്പോൾ ഭൂട്ടോയുടെ കാമുകിയായിരുന്ന ലൈല ഉണ്ടായിരുന്നു. ഇന്ദിരാഗാന്ധി ലൈലയെ വിളിച്ച് ലൈല വഴി ചില ഡീലിങ്സ് നടത്തിയിട്ടാണ് മുജീബുർ റഹ്മാനെ അന്ന് വധശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് എന്ന് പറയപ്പെടുന്നുണ്ട്. അതായത് ബാക്ക് ചാനൽ ഓപ്പറേഷൻസ്, നേരിട്ട് നമ്മൾ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ. ഇപ്പോൾ അമേരിക്കയും ഇറാനും തമ്മിൽ ഒരുപാട് കാലം ശത്രുതയിലായിരുന്നു. അതെ. പക്ഷെ ഒരു ബാക്ക് ചാനൽ ചർച്ച അവരെപ്പോഴും നടത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ പോലും ഒരുപക്ഷെ ഒരു ബാക്ക് ചാനൽ ഉണ്ടാവാം. കാരണം നമ്മൾ ഈ സംഘർഷം കാണും. കാരണം എല്ലാവർക്കും ഈ ശത്രുത കൊണ്ട് മാത്രം നിലനിൽക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ട്രംപ് പറഞ്ഞു ഓർക്കുന്നില്ലേ, മിസൈൽ അൽ ഒബൈദ് ക്യാമ്പിലേക്ക്, ഖത്തറിലെ ക്യാമ്പിലേക്ക് മിസൈലുകൾ വന്നു. 14 വന്നു, 13 നമ്മൾ ഇൻ്റർസെപ്റ്റ് ചെയ്തു. 1 പോയി മരുഭൂമിയിലാണ് വേണ്ടത്. പക്ഷേ ഇറാനും നന്ദി, നേരത്തെ അറിയിച്ചിട്ട് മിസൈൽ അയച്ചെന്ന് നന്ദി. അപ്പോൾ ഞങ്ങൾ മിസൈൽ അയക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇസ്രായേൽ ചെയ്യുന്നുണ്ടായിരുന്നു, ഞങ്ങൾ ബോംബിടാൻ പോവാണ്, ആളുകളൊക്കെ മാറ്റിക്കോ എന്ന് പറയുന്നില്ലേ. എന്ന് പറയുന്ന പോലെ ഒരു ബാക്ക് ചാനൽ ചർച്ചകൾ പലയിടത്തും നടക്കുന്നുണ്ട്, രാജ്യങ്ങൾ തമ്മിൽ നടക്കുന്നുണ്ട്. IS ഭീകരന്മാർ നമ്മുടെ നേഴ്സുമാരെയും ഒരു ക്രൈസ്തവ പുരോഹിതനെയും തട്ടിക്കൊണ്ടുപോയി. ആ സമയത്ത് എംബസി തലത്തിലുള്ള ഡിപ്ലോമാറ്റിക് ഡെലിബറേഷൻസ് ഉണ്ടായിരുന്നു. അതുകൂടാതെ ബാക്ക് ചാനൽ വേറെ ചില കേന്ദ്രങ്ങളെ ഇടപെടുത്തിക്കൊണ്ടുള്ള ചർച്ചകളുണ്ടായിരുന്നു. അപ്പം നയതന്ത്ര കാര്യങ്ങൾ, പ്രത്യേകിച്ച് 2 രാജ്യങ്ങൾ തമ്മിലുള്ള കാര്യങ്ങളൊക്കെ ആകുമ്പോൾ അത് സർക്കാർ അറിഞ്ഞ് സർക്കാരിൻ്റെ ഒരു ട്രാക്കിലൂടെ വ്യക്തികളാണെങ്കിലും മതസംഘടനകളാണെങ്കിലും മതനേതാക്കന്മാരാണെങ്കിലും ബന്ധപ്പെടുന്ന സർക്കാരിൻ്റെ ഒരു ചാനലിലൂടെ പോകുന്നതാണ് ഏറ്റവും സേഫ്. ഇപ്പോൾ വേറെ കാര്യമുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തോട് ചോദിച്ചു, അങ്ങനെ ഉണ്ടെങ്കിൽ ഇപ്പോൾ സുന്നി വിഭാഗത്തിൻ്റെ, കേരളത്തിലെ മുഴുവൻ സുന്നികളുടെ അല്ല, ഒരു വിഭാഗം സുന്നി, APEK 2 വിഭാഗം ഉണ്ടല്ലോ, AP വിഭാഗം സുന്നികളുടെ നേതാവായ കാന്തപുരം മുസ്ലിയാർ വിചാരിച്ചാൽ ഷിയകളായ ഹൂത്തികളുടെ, വെറും തീവ്രവാദികളായ ഹൂത്തികളുടെ തീരുമാനം മാറ്റിക്കാമെങ്കിൽ നമ്മുടെ റഹീമുണ്ടല്ലോ, ജയിലിൽ കിടക്കുന്ന റഹീമിന് 36 കോടി രൂപ പിരിച്ചില്ലായിരുന്നു. അത് കാശ് ബ്ലഡ് മണി കൊടുത്തിട്ടും റഹീമിനെ കോടതി വിടുന്നില്ല. 1 വർഷം കൂടെ തടവ് ശിക്ഷ അനുഭവിച്ച് കഴിഞ്ഞിട്ട് തീരുമാനിക്കാമെന്നാണ് പറയുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ അത് സൗദി അറേബ്യയിലാണ്, സൗദി സുന്നി രാജ്യം തന്നെയാണ്. ഈ സുന്നി നേതാവിനെ നേരിട്ടൊന്ന് വിളിച്ച് സംസാരിച്ചാൽ റഹീമിനെ ഇറക്കിക്കൊണ്ട് പോരാമരുന്നല്ലോ. അപ്പോൾ അവിടെ അതെന്താ ചെയ്യാത്തത്? കാരണം അതിന് സുന്നികളും തമ്മിലാണെങ്കിൽ പോലും രാജ്യാന്തര നിയമങ്ങളും ആ നാട്ടിലെ നിയമങ്ങളും ഒക്കെ ചില വ്യവസ്ഥയൊക്കെ ഉണ്ട്. അത് അനുസരിച്ചേ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ വെറുതെ ഒരു പ്രൊപ്പഗാൻഡയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഒരു ദിവസത്തെ കയ്യടി നേടുമ്പോൾ അതിൻ്റെ പിന്നാലെ ഒരുപാട് സങ്കടങ്ങൾ വരുന്നുണ്ടെങ്കിൽ നമ്മളത് ഒഴിവാക്കുകയല്ലേ നല്ലത്. ഏതായാലും നിമിഷപ്രിയ തിരിച്ചു വരട്ടെ എന്ന് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നു. ഇനി നിമിഷപ്രിയയ്ക്ക് വേണ്ടി ഞങ്ങൾ ശ്രമിച്ചു, ഞങ്ങൾ എന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ നേടിയിട്ട് ഞങ്ങൾ പരാജയപ്പെടാനുള്ള കാരണം ഇവിടെ ചില ആളുകൾ വിവാദമുണ്ടാക്കിയതാണ് എന്ന് പറഞ്ഞ് ചില ആളുകൾ വരുമോ എന്നറിയില്ല. ഇത് പരാജയപ്പെട്ടാൽ അതിന് കാരണം ഞങ്ങൾ ചെയ്യാതെ ചെയ്തു, അപ്പോഴത്തേക്ക് ഇത് പൊളിറ്റിക്കൽ വിവാദം അതും ഇതൊക്കെ ആക്കിയതുകൊണ്ട് അതിൻ്റെ സാധ്യത മങ്ങിപ്പോയതെന്ന് ഒരു ന്യായീകരണം വരാം. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും നിമിഷപ്രിയ ഒരു മലയാളിയാണ്. അവർ ഈ പറഞ്ഞ ഹൂത്തികളുടെയും കാഴ്ചപ്പാടിൽ അവൾ ഒരു കാഫിറും കൂടിയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.